എന്നാ മാഷേ വയലിനൊക്കെ ആയിട്ട് ഇവിടെ? ഇന്ന് നമ്മുടെ ചാനലിൽ ഒരു കൊച്ചു പാട്ടുകാരിയെ പരിചയപ്പെടുത്താൻ പോവാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് എവിടെയാണെന്നറിയോ? നമ്മുടെ ഉമ്മൻചാണ്ടി സാറിൻ്റെ സ്വന്തം കോട്ടയം പുതുപ്പള്ളിയിലാണ്. ഇന്ന് നമ്മൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുന്ന സംഗീത ഉപകരണങ്ങളെയും മ്യൂസീഷ്യന്മാരെ ഇഷ്ടപ്പെടുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കുമായിട്ട് ഒരു കൊച്ചു പാട്ടുകാരിയെ, നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു കൊച്ചു പാട്ടുകാരിയെ പരിചയപ്പെടുത്താൻ പോകും കേട്ടോ. അടൂരിൽ നിന്ന് 60 കിലോമീറ്റർ യാത്ര ചെയ്ത് ഞാനിന്നിവിടെ എത്തിയത് ജീവിതം തനിക്ക് സമ്മാനിച്ച അന്ധത എന്ന ഇരുളിനെ തൻ്റെ സംഗീതത്തിലൂടെ അതിജീവിച്ച് തൻ്റെ ഇല്ലായ്മകളെയും വേദനകളെയും മറന്ന് മറ്റുള്ളവർക്ക് മുന്നിൽ ചിരിച്ച് പ്രകാശം പരത്തുന്ന ഒരു പെൺകുട്ടിയെയും അവളുടെ കുഞ്ഞു കുടുംബത്തെയും നിങ്ങൾക്ക് പരിചയപ്പെടുത്താനാണ്. എനിക്ക് ഉറപ്പാണ് അവളെ നിങ്ങളും ഇഷ്ടപ്പെടും. മോൾ അതിൻ്റെ അടുത്ത ടൈമിൽ അങ്ങനെ തുടങ്ങാം. ഞങ്ങൾ പാടി കേൾപ്പിക്കാൻ നോക്കി, അല്ലെങ്കിൽ പാടി കേൾപ്പിക്കാൻ നോക്കി. എന്നിട്ട് പിന്നെ മോളൊന്ന് പാടി തുടങ്ങിക്കോ. ഓക്കെ പറ്റുമോ? ഓക്കെ റെഡിയാണോ? ഓക്കെ സൂപ്പർ. എടുത്ത് നോക്കാം, നല്ലത് കിട്ടുന്നെങ്കിലോ. റെഡിയാണോ മക്കളെ? एक प्यार का नगमा है, मौजों की रवानी है, जिंदगी कुछ भी नहीं, तेरे मेरे कहानी है, एक प्यार का नगमा है. നമസ്കാരം, എൻ്റെ പേര് ഫെയ്ത്ത് മോൾ എന്നാണ്. ഞാൻ കോട്ടയം പുതുപ്പള്ളിയിൽ നിന്ന് വരുന്നു. പാട്ട് യൂട്യൂബിൽ കേട്ട് മമ്മി എപ്പോഴും എന്നെ യൂട്യൂബിൽ കേട്ട് എന്നെ പാട്ട് പഠിപ്പിക്കും, പാട്ട് കേൾപ്പിച്ച് പഠിപ്പിക്കുമായിരുന്നു. അങ്ങനെ ഞാൻ പാട്ട് പഠിച്ചത്. വൈകുമ്പോൾ വാടും വയൽ പോലും സോളമനേക്കാൾ സുന്ദരമാ സൃഷ്ടിച്ച ദൈവം കൂടെയുള്ളപ്പോൾ വൈകല്യമൊന്നും സാരമില്ല, വയ്യായ്മകളും സാരമില്ല. എൻ്റെ പേര് പ്രേസി. ഞാൻ ഫെയ്ത്ത് മോളുടെ അമ്മയാണ്. ഞാൻ കോട്ടയം പുതുപ്പള്ളിയിൽ താമസിക്കുന്നു. എൻ്റെ മോള് ജന്മന 2 കണ്ണിനും കാഴ്ചയില്ലാത്ത കുഞ്ഞാണ്. ഇവള് 6.5 ബോൺ ബേബിയാണ്. ടിൻസാണ് ഉണ്ടായത്. ഒരു കുഞ്ഞ് മരിച്ചുപോയി. അടുത്ത ഈ മോളെ കിട്ടത്തില്ല എന്ന് പറഞ്ഞ സ്ഥാനത്താണ് ദൈവം എനിക്ക് ഈ മോളെ തന്നത്. എൻ്റെ ഭർത്താവ് ഈ മോള് ജനിച്ചപ്പോൾ കുഞ്ഞിലെ ഇവിടുന്ന് പോയതാണ്. എനിക്ക് ഈ മോളെ നല്ല പഠിപ്പിച്ച് നല്ലൊരു ഉയർന്ന സ്ഥാനത്തിൽ എത്തിക്കണമെന്ന് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. ഞാൻ ദൈവസന്നിധിയിൽ എന്നും കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഒരു അമ്മയാണ്. ഈ ഈ മോള് ഇന്ന് നല്ലൊരു സ്ഥാനത്തെത്തണമെന്നും എനിക്ക് ആഗ്രഹമുണ്ട്. എൻ്റെ പപ്പ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി ഗസ്റ്റഡ് ഓഫീസറായിരുന്നു. എനിക്കത്രയോ പഠിക്കാനൊന്നും പറ്റിയില്ല, ഞാൻ ഉഴപ്പി. അതുകൊണ്ട് എൻ്റെ മക്കളെങ്കിലും എൻ്റെ അപ്പനേക്കാൾ ഉയർന്ന സ്ഥാനത്ത് എത്തിക്കണമെന്ന് എനിക്ക് വലിയൊരാഗ്രഹമുണ്ട്. ഞങ്ങൾക്ക് ഭവനമില്ല, ഞങ്ങൾ താമസിക്കുന്ന വീട് പോലും ഞങ്ങളുടേതല്ല. എങ്കിലും ഞങ്ങളുടെ ഒരു വിശ്വാസമുണ്ട്, ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നല്ലൊരു ഭവനം ദൈവം കരുതും. ഞാൻ കോട്ടയം കളക്ടറിൻ്റെ അടുത്ത് പോയായിരുന്നു എൻ്റെ വിഷമം ഷെയർ ചെയ്യാൻ. അപ്പം മക്കളെ പഠിപ്പിക്കണമെന്നാണ് കളക്ടർ പറഞ്ഞത്. പാട്ട് മാത്രമല്ല, മക്കളെ നല്ല നിലയിൽ പഠിപ്പിച്ച് കളക്ടറിനെ പോലെ IAS എടുക്കണമെന്നാണ്, ഈ മോൾ എടുക്കണമെന്നാണ് വലിയൊരു ആഗ്രഹം. ഇന്ന് ഞാൻ ഈ മോളുടെ കളക്ടർ പറഞ്ഞ അനുസരിച്ച് ഈ മോളുടെ സ്കൂളിൽ പോയി 10th പാസ്സായല്ലോ. ആ സ്കൂളിൽ തന്നെ +1 +2 അഡ്മിഷന് വേണ്ടി ഞാൻ അവിടെ പറഞ്ഞു. ആ അഡ്മിഷൻ്റെ കാര്യവും ശരിയായി. ഞങ്ങൾക്കൊന്നും പറയാനില്ല, ദൈവം ഇത്രത്തോളം ഞങ്ങളെ നടത്തുന്നു. ആരെല്ലാം മറന്നാലും ഏകനാകുന്ന അവസ്ഥയിലും സാന്നിധ്യത്തിൽ മറഞ്ഞു നിന്നിഷ്ടം നിറവേറ്റാൻ കൊതിയാണുവപ്പ, കൊതിയാണപ്പ, കൊതിയാണപ്പ നിൻഹിതങ്ങൾ ചെയ്യുവാൻ. ചെറുപ്പത്തിലെ അച്ഛൻ നഷ്ടപ്പെട്ട് അമ്മ മാത്രം എടുത്ത് വളർത്തിയ 2 കുഞ്ഞുങ്ങളാണ് ഫെയ്ത്ത് മോളും തൻ്റെ അനുജനും. അവരുടെ യഥാർത്ഥ അവസ്ഥ നിങ്ങളിപ്പോൾ നേരിട്ട് കണ്ടു. അവരെ സഹായിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് നേരിട്ട് സഹായിക്കാനായിട്ട്, ഞങ്ങളുമായിട്ട് യാതൊരു ബന്ധവുമില്ല, നേരിട്ട് നിങ്ങൾക്ക് സഹായിക്കാനായിട്ട് അവരുടെ അക്കൗണ്ട് ഡീറ്റെയിൽസും ഗൂഗിൾ പേ നമ്പറുമാണ് താഴെ കൊടുത്തിരിക്കുന്നത്.
നിങ്ങൾ ചെയ്യുന്ന ഓരോ ചെറിയ സഹായങ്ങളും ആ കുഞ്ഞു കലാകാരിയെ ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു കലാകാരിയെ തീരുവാനും അവൻ്റെ അനുജനും ഒരു ഭാവി ലഭിക്കുവാനും അവരുടെ പഠനത്തിനും അവർക്കൊരു ഭവനം ലഭിക്കാനൊക്കെ വലിയ ഹെൽപ്ഫുള്ളായി തീരും. സഹായിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ദയവായി അത് ചെയ്താട്ടെ. അപ്പം വീണ്ടും ഒരു എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.